പല തട്ടിലായി മാറിയ കോൺഗ്രസിലെ ഐക്യം നേട്ടമാകുന്നത് ആർക്കാണ്? കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലെ പൂർണ്ണമായ അഴിച്ചുപണിയാണ് ആഭ്യന്തര പോരാട്ടത്തിന് കളമൊരുക്കിയത്. ഇടഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് തർക്കമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. അതായത് രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം ആദ്യ ദിനം തന്നെ പൊളിഞ്ഞു. VD സതീശനും K സുധാകരനും രണ്ട് തട്ടിൽ നിൽക്കുന്നതാണ് തർക്കത്തിനുള്ള പ്രധാന കാരണം. ഇരുവരും തമ്മിലുള്ള തർക്കം കാരണം രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ച സംയുക്ത വാർത്താ സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു. സംഭവത്തിൽ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. എന്നാൽ കുറച്ചു നാളുകളായി കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയ തർക്കം മറ്റു ചില സാധ്യതകൾ വിളിച്ചോതുന്നുണ്ട്. K സുധാകരൻ സ്ഥാനമൊഴിയണമെങ്കിൽ കൂടെ പ്രതിപക്ഷ നേതാവ് കൂടി സ്ഥാനമൊഴിയണം എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. പക്ഷം ചേർന്നുള്ള പോർവിളികൾ രൂക്ഷമാക്കുന്നത് സുധാകരനും സതീശനും അത്ര ഗുണം ചെയ്യുകയുമില്ല. ഇരുവരും സ്ഥാനമൊഴിയേണ്ടി വന്നാൽ ഗുണം ചെയ്യുക രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും എന്നതാണ് നിഗമനം. കോൺഗ്രസിൽ അധികാരമോഹികൾ അനവധിയാണ് എന്ന് തെളിയിക്കുന്നതാണ് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള തർക്കം തുടങ്ങിയപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനായി സമുദായ വോട്ടുകൾ തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമവുമുണ്ടായി. NSS ആണെങ്കിലും SNDP ആണെങ്കിലും സമസ്തയാണെങ്കിലും ഈ എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു ചെന്നിത്തല ചെയ്തത്. മാത്രമല്ല K മുരളീധരൻ എന്ന മറ്റൊരു സാധ്യതയെ തള്ളുന്ന സമീപനവും കഴിഞ്ഞ ദിവസമുണ്ടായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പരാജയം സംഘടനാ ദൗർബല്യമാണ് എന്നും അനിൽ അക്കരെ TN പ്രതാപൻ തുടങ്ങിയ നേതാക്കൾ നടത്തിയ ഉൾപോര് രാഷ്ട്രീയം എന്ന വാദത്തെ എല്ലാം തന്നെ കാറ്റിൽ പറത്തുകയും ചെയ്തു. TN പ്രതാപൻ എന്ന നേതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പകരം K മുരളീധരനെതിരെ ഒളിയമ്പെയ്ത നിലപാട് തന്ത്രപരമായ നീക്കം കാണിക്കുന്നുമുണ്ട്. വിമതരെയും അവഗണന നേരിടുന്നവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു പോരാട്ടത്തിന് രമേശ് ചെന്നിത്തല ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യത ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഇത്തവണത്തെ പുനഃസംഘടനയിൽ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി വീണ്ടും എത്തിക്കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് ഉറപ്പുകൂടും. എന്നാൽ ഇപ്പോഴത്തെ KPCCയുടെ പ്രതിസന്ധിയിൽ AICCക്ക് അതൃപ്തിയുള്ളതിനാൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതിയെ എന്നാണ് സുധാകരൻ പറയുന്നത്. KPCC പ്രസിഡന്റ് ആയില്ല എങ്കിൽ വായുവിൽ പറന്നു പോകില്ല എന്നും ഞാൻ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ല എന്നും നേതൃമാറ്റ ചർച്ചകൾ പാർട്ടിയിൽ നടക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാലും അതിനും ആരും എതിരായല്ല എന്നും ന്യായം നോക്കിക്കൊണ്ട് യുക്തിപരമായ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് എടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അവസാനിക്കുകയും ചെയ്തത്. ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ നേതാക്കൾ അവഗണിക്കുന്നുവെന്ന പരാതി യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തു. സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ തർക്കങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ചുമതല ഒഴിയുമെന്ന് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തിൽ മുന്നറിയിപ്പും നൽകിയിരുന്നു. ഒരുമിച്ച് നിൽക്കണമെന്ന് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. നേതാക്കൾ തമ്മിൽ ഐക്യത്തിൽ പോകാൻ തീരുമാനിച്ചത് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കുവാനും രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വാർത്താ സമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമെല്ലാം തന്നെ പങ്കെടുക്കുമെന്നായിരുന്നു ധാരണയുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേർന്നും കൊണ്ടുള്ള പങ്കുചേരലിന്റെ ഉദ്ദേശം കോൺഗ്രസിൽ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള തർക്കവും നിലനിൽക്കുന്നില്ല, എല്ലാവരും ഐക്യത്തിൽ തന്നെയാണ്, കെട്ടുറപ്പുണ്ട് എന്ന് കാണിക്കാനായിരുന്നു. എന്നാൽ ആദ്യ ദിനം തന്നെ അതെല്ലാം തന്നെ പാളിപ്പോയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ സാധിക്കുന്നത് അത് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ്.